ഹലോ ഗായ്സ്, ബൈ ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ബെൽ ബട്ടനും നിൽക്കണില്ല. ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറേ പൂക്കൾ നല്ല വിരിഞ്ഞ് നിൽക്കണതാണ് ഞാൻ കണ്ടത്. അപ്പോൾ വാ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പൂ തന്നെ എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു പൂവാണ്. കാരണം സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ വഴി ഇവിടെയാണ്. അപ്പോൾ നേരെ ഞാൻ അങ്ങനെ വരുമ്പോൾ കണ്ടതാണ്. സെക്കൻഡ് ഞാൻ കയറിയപ്പോൾ ഇവിടെ കുറേ പൂക്കൾ കണ്ടു. മഴ അപ്പം അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനൊരു പൂ നട്ടു വെച്ചത് അല്ല, ഒരു പൂ കൂടി കാണിക്കാണ്ട്. ഞങ്ങൾ നട്ട പൂവുകളൊക്കെ കാണിക്കാം. ആകെ ഒരു പൂ നട്ടിട്ടുള്ളൂ അല്ലേ? അത് ഇതാണ് എന്തായിരുന്നു പൈനാപ്പിൾ ഇല്ലേ? പൈനാപ്പിൾ ആ പൂവല്ലേ, ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഇതാ, പിന്നെ അവിടെ ഒന്നുമില്ല. അത് കളഞ്ഞ്. അപ്പൊ അത്രയൊക്കെ കാണിക്കാള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ പൂവില്ലേ, മഴ പെയ്തങ്ങനെ താഴോട്ട് വരും. അപ്പം ഉണ്ടല്ലോ നല്ല രസമായി ഇങ്ങനെ വിഗണതൊക്കെ കാണാൻ. പിന്നെ ഇത് ചെയ്യാൻ വരച്ചിട്ടല്ലേ, ഇതിങ്ങനെ അങ്ങോട്ട് വരച്ചു. എന്താന്നറിയില്ല എന്തിനാണോ ഞാൻ താഴ്ത്തത് എന്നറിയില്ല. പിന്നെ ഒന്നാമത്തെ ചെടി എല്ലാവരും പറിച്ചു കൊണ്ടാവാൻ നോക്കിയതാണ്. പക്ഷേ ഞങ്ങൾ എന്നും കളിക്കണ കൊണ്ട് തന്നെ, ഏതാ ചെടി കളിച്ചിട്ടേ, ഞങ്ങളെന്നും കളിക്കണ കൊണ്ട് തന്നെ ഇത് മറ്റേ ചെടിയാ. ആ ചെറിയ ഇത് ഞാൻ കാണിച്ചിരുന്നത് ആ ചെടിയാണിത്. പിന്നെ എനിക്ക് മുടി പോലെ തോന്നിയിട്ടുള്ള 2 ചെടികളുണ്ട്. ഒന്ന് ഇത് വലുത്, രണ്ടാമത് ഇത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മഴ പോലെ എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബേക്കിലുള്ള ഒരു ഒരുത്തൻ സ്പ്രേ അടിച്ചുകൊണ്ടേക്കുകയാണ്. എൻ്റെ ബേക്കിൽ കടിക്കുന്നു. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്കൊരു നല്ല വ്യൂ കിട്ടാം. അതാ കിട്ടി പോലെ. ആ പിങ്ക് തന്നെ ഉണ്ടോ? അത് തുമ്പിയാണ്. ഞാൻ ഈ ഡോക്ടറിൻ്റെ വീട് കാണിക്കണില്ല. കാരണം എന്താ വെച്ചാൽ സംഭവമാണ്, അവിടെയും തുമ്പിണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പട്ടികൾ എല്ലാ ദിവസവും ഞാനും മദ്രസ വിട്ട് വരുമ്പോൾ പുതിയ പുതിയ പട്ടികൾ കാണില്ലേ? നമ്മൾ പഴയ പട്ടികളൊക്കെ കാണലുണ്ട്. പക്ഷേ ഇപ്പം അവിടെ മദ്രസ വിട്ട് വന്ന പുതിയ പുതിയ പട്ടികളാണ്. പട്ടികളൊന്നും ഇല്ല. ഇവിടെ നമ്മൾ കാണില്ലല്ലോ. പിന്നെ ഞാൻ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ, ശക്തിയായ മഴ പെയ്യുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിചാരിച്ച സാധനം ആ മരമാണ്. കാരണം ആ 2 മരം എൻ്റെ വീടിൻ്റെ അതേ മുന്നിലാണ്. പിന്നെ എന്താവുന്നു എനിക്കും അറിയില്ല. ഇപ്പൊ വീണ്ടും നമുക്ക് ആ പഴം കിട്ടും.
എവിടെ പോയാ പയ്യ ഡേയ് കണ്ടോ അതിപ്പോ വികാരമായിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പൈത്തിട്ടില്ല എടാ ഈ മരത്തിൽ നിന്ന് എന്താണ് കിട്ടുക എന്താന്നറിയില്ല പക്ഷെ മാല ഉണ്ടാക്കണതാണ് കാണിച്ചു തരാന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം വെള്ളം ഇരിക്കണം ഒന്ന് ഇങ്ങനെ ഒഴിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഈ ഭാഗം ആ പൊട്ടിക്കണം കേട്ടോ എല്ലാരും ആ സൈഡ് കുറച്ച് വേണല്ലേ അവിടെ കുറച്ച് വേണം കേട്ടോ എന്നാലേ ആ മാലയ്ക്ക് സ്റ്റൈൽ ഉണ്ടാവും അടുത്തത് നമ്മൾ ഈ സാധനം ഇങ്ങനെ വെച്ചാൽ ഓക്കെ ഇങ്ങനെ വെച്ചാൽ അടുത്തത് അതേ സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ കളിച്ചോണ്ടേക്കാട്ടോ ആവശ്യമുണ്ടെങ്കിൽ കളിക്കാം കളിച്ചോണ്ടിക്കാട് കുട്ടിയാക്കി ഇങ്ങനെ കണ്ടോ ഒരു 5 രൂപ ഇനി എത്ര പൈസ ആവും 5 രൂപ 5 രൂപ കേട്ടോ വണി നേരെ ഉപ്പട്ടിക്ക് അത്തിക്കുന്ന് വരുന്ന വഴിക്ക് വന്നാൽ ഇവരുണ്ടാക്കി തരും 5 രൂപ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ട് കഴിവുകളും കണ്ടാ ഇനി കെട്ടി കാണിക്കും ഇതേപോലെ ചെറുതായി കൊണ്ട് നമുക്ക് വേറെ ആണെങ്കിലും കിട്ടാം അതാ കാലുമൊക്കെ കേട്ടാ അവിടെ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോ നമ്മളിവിടെ എവിടെയല്ലേ ഈ സൈഡിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൊട്ടാസ് പൊട്ടിയ ഉസ്താദാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടാസ് പൊട്ടിച്ചു ഈ ഒരു സ്പേസ് ഇപ്പോഴും പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതൊക്കെ അതിൻ്റെ ഒരു എന്തായിരുന്നു മരുന്ന് വെറുതെ പറയാം പേരിന്റെ ആവശ്യമില്ല അപ്പോ ഇത്രയൊക്കെ കാണിക്കാല്ലേ ജയനെ എല്ലാരും പറയുന്ന പോലെ തന്നെ ഒരു സാധനം കൂടി കാണിക്കാണ്ടില്ലേ എന്താ നല്ല പിടിക്കട ഒന്ന് ഇവിടെ താഴെ പിടിക്കും നല്ലൊരു സാധനം എന്താ കാണിക്കാണ്ട് എൻ്റെ വീട്ടിലാണ് കൂബിളക്കാണ് വെയിറ്റ് എ മിനിറ്റ് നമുക്ക് ഇപ്പം ഇപ്പൊ ഞാൻ വിളിക്കേനെ കൂബിളക്കാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ തിന്നാനുള്ള സാധനം ഇല്ലാന്ന് വിചാരിക്കാം ഒന്നാവില്ല കൈ കൊണ്ടാക്കി നീ പറയുന്ന ഒച്ചയൊക്കെ വിളിച്ച് കേൾക്കണ്ടില്ലേ കണ്ടോ എത്ര സ്ട്രോങ്ങിൽ അടിച്ചിട്ട് മെല്ലാക്കിയ കയ്യിലാവും അതേപോലെ നമുക്ക് പിന്നെ അപ്പോ നമുക്ക് വ്യൂ ഉള്ള സ്ഥലത്ത് പോവാം നല്ല വ്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഓണാക്കിയില്ലേ എന്ത് ചെയ്യണമെന്നറിയാം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ചാടി പക്ഷെ ഈ ഫോണ് പോയാൽ എനിക്കറിയില്ല ഇത് നമ്മൾ കയറിയ ഞങ്ങളെന്നും എനിക്ക് കയറുന്നുണ്ട് കേട്ടോ മറ്റോനില്ലേ ഓന് വികാണ്ടക്കാൻ വേണ്ടിയിരിക്കും അല്ലേ ഞങ്ങൾ മഴ പെയ്തിട്ട് മഴ കോന് സ്പ്രേ കൊണ്ടാക്കി ഡോക്ടറിന്റെ വീടാണ് റെഡല്ലേ ഓ
മൈ ഗോഡ്. അപ്പൊ നമുക്ക് സ്ഥലത്ത് തന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആക്കുന്നത്? അപ്പൊ ഇത്രക്കുള്ളൂ. നമുക്ക് ഒരു നമ്മളെ ഇതൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. എനിക്കിപ്പോ എന്താ കാണിക്കാല്ലേ? ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും നിഷാൻസ് വ്ലോഗ് ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ 100K ലൈക്ക് കിട്ടിയാൽ നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. സമ്മാനമായിട്ട് കൊടുക്കും. സമ്മാനമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇത് മറ്റേ പ്ലേ ബട്ടനൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തായാലും അൺബോക്സിംഗ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ശരി, ടാറ്റ, ബൈ.